ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വിഷയം മസിൽ കോൺട്രാക്ടിലിറ്റി. നമ്മുടെ ശരീരത്തിൽ മെയിൻലി 3 ടൈപ്സ് ഓഫ് മസിൽ ഫൈബേഴ്സ് ആണുള്ളത്: സ്കെൽറ്റൽ മസിൽ, കാർഡിയാക് മസിൽ ആൻഡ് സ്മൂത്ത് മസിൽ. അതിൽ 50 to 60% ഓഫ് സ്കെൽറ്റൽ മസിൽസ് ആണുള്ളത്. എന്നാൽ സ്കെൽറ്റൽ മസിൽസിന്റെ പ്രത്യേകത, അതിന്മേൽ നമുക്കൊരു കൺട്രോൾ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ വോളണ്ടറി മസിൽസ് എന്ന് പറയുന്നത്. കാരണം വോളണ്ടറി മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത് സൊമാറ്റിക് നെർവ് ഫൈബേഴ്സ് ആണ്, എന്നാൽ ഇൻവോളണ്ടറി മസിൽസിനെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. അങ്ങനെ കൂടുതൽ ആഴത്തിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണ് സ്കെൽറ്റൽ മസിൽ കൺട്രാക്ടിലിറ്റി. നമുക്കറിയാം, നമ്മുടെ മസിൽസ് കൺട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഒരു മെസ്സേജ് മസിലിൽ എത്തണം. ബ്രെയിനിൽ നിന്നും മസിലിലേക്ക് കണക്ഷൻ കൊടുക്കുന്നത് മോട്ടോർ ന്യൂറോൺ ഫൈബേഴ്സ് വഴിയാണ്. ആ മോട്ടോർ ന്യൂറോൺ ഫൈബേഴ്സ് മസിലിനെ സ്റ്റിമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിമുലസ് കറക്റ്റ് സമയത്ത് കറക്റ്റ് ഇൻറ്റൻസിറ്റിയിൽ എത്തിയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മസിൽ കൺട്രാക്ഷൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റിമുലസ് കിട്ടിക്കഴിഞ്ഞാൽ മസിലിൽ ഉണ്ടാവുന്ന ആ ഒരു മാറ്റത്തെയാണ് നമ്മൾ സ്കെൽറ്റൽ മസിൽ കൺട്രാക്ടിലിറ്റി എന്ന് പറയുന്നത്. ഒന്നുകിൽ ആ സ്റ്റിമുലസ് കിട്ടിയ മസിലിന്റെ ലെങ്ത്തിൽ മാറ്റം വരുത്തും, അല്ലെങ്കിൽ മസിലിന്റെ ടെൻഷനിൽ മാറ്റം വരുത്തും. മെയിൻലി 2 ടൈപ്സ് ഓഫ് കൺട്രാക്ഷൻസ് ആണ് സ്കെൽറ്റൽ മസിൽ ഫൈബേഴ്സിൽ സംഭവിക്കുന്നത്: ഐസോടോണിക് കൺട്രാക്ഷൻ, ഐസോമെട്രിക് കൺട്രാക്ഷൻ. ആദ്യം തന്നെ നമുക്ക് ഐസോടോണിക് മസിൽ കൺട്രാക്ഷനെ പറ്റി പറയാം. മസിലിൻ്റെ ടെൻഷനിലോ അല്ലെങ്കിൽ റെസിസ്റ്റൻസിലോ ഒരു മാറ്റവും വരാതെ മസിലിൻ്റെ ലെങ്ത്തിൽ മാറ്റം വരുന്നതിനാണ് ഐസോടോണിക് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഐസോടോണിക് കൺട്രാക്ഷൻ 2 ടൈപ്പായിട്ട് വെച്ചിട്ടുണ്ട്: കോൺസെൻട്രിക് കൺട്രാക്ഷനും എക്സെൻട്രിക് കൺട്രാക്ഷനും. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്റ്റെപ്പ് അപ്പ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് കോർഡിസെപ്സിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കോർഡിസെപ്സ് അവിടെ ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അതിനാണ് കോൺസെൻട്രിക് ഫേസ് എന്ന് പറയുന്നത്. എന്നാൽ തിരിച്ച് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്ന സമയത്ത് അവിടെ ആ മസിൽ ലെങ്തൻ ആവുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഫേസിനെ പറയുന്ന പേരാണ് എക്സെൻട്രിക് ഫേസ്. ചുരുക്കി പറഞ്ഞാൽ എക്സെൻട്രിക് ഫേസിൻ്റെ നേരെ വിപരീതമാണ് കോൺസെൻട്രിക് ഫേസ്. അടുത്തതായിട്ട് വരുന്ന ടൈപ്പ് ഓഫ് മസിൽ കൺട്രാക്ഷൻ ആണ് ഐസോമെട്രിക് മസിൽ കൺട്രാക്ഷൻ. ഐസോമെട്രിക് മസിൽ കൺട്രാക്ഷനും ഐസോടോണിക് കൺട്രാക്ഷനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഐസോമെട്രിക് മസിൽ കൺട്രാക്ഷനിൽ മസിലിൻ്റെ ലെങ്ത്തിൽ ഒരു മാറ്റവും വരുന്നില്ല. പ്ലാങ്ക് എക്സസൈസ് നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, പ്ലാങ്ക് എക്സസൈസ് ചെയ്യുന്ന സമയത്ത് റെക്ടസ് അബ്ഡോമിനസ് എന്ന മസിൽ ട്രങ്കിനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. അവിടെ മസിൽ ലെങ്തനിങ് സംഭവിക്കുന്നില്ല. ഒരു മൂവ്മെൻറ്റും ഇല്ലാതെ ഒരു ലോഡ് ഹോൾഡ് ചെയ്യുന്ന, സ്റ്റാറ്റിക് ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന സമയത്തും ഐസോമെട്രിക് കൺട്രാക്ഷനാണ് അവിടെ നടക്കുന്നത്. മൂന്നാമതൊരു കൺട്രാക്ഷൻ കൂടി വരുന്നുണ്ട്, അതാണ് ഐസോകൈനറ്റിക് കൺട്രാക്ഷൻ. ഐസോകൈനറ്റിക് എക്സസൈസ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഒരു തെറാപ്യൂട്ടിക് പർപ്പസിനോ അല്ലെങ്കിൽ മസിലിൻ്റെ സ്ട്രെങ്ത് അനലൈസ് ചെയ്യാനുള്ള ടെസ്റ്റ് ആയിട്ടാണ് ഐസോകൈനറ്റിക് എക്സസൈസ് യൂസ് ചെയ്യുന്നത്. മെയിൻലി ഈ ഒരു മസിൽ സ്ട്രെങ്ത് അളക്കുന്നത് ഐസോകൈനറ്റിക് ഡൈനാമോമീറ്റർ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ്. മെഷീൻസ് ഉപയോഗിച്ചിട്ടുള്ള അനാലിസിസ് ആണ് മെയിൻലി ഐസോകൈനറ്റിക് എക്സസൈസിൽ വരുന്നത്. ഇവിടെ ഈ മെഷീനിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. വെലോസിറ്റി ഒരു ജോയിൻറ്റിൻ്റെ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ റേഞ്ച് ഓഫ് മോഷനിലെല്ലാം വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് റെസിസ്റ്റൻസിലോ ഫോഴ്സിലോ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് ചേഞ്ച് വരുത്തുകയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പറയാൻ ശ്രമിച്ചത് മെയിൻലി മസിൽ കൺട്രാക്ഷൻ്റെ ബേസിക്സിനെ പറ്റിയാണ്. ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്പെടുന്നവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും ഇതുപോലുള്ള ഫിസിയോ ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് ഇൻഫർമേഷൻസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു.